ഇൻഷാല്ലാ. സോ യല്ല യെസ്. നബ്ദ. സോ നമുക്ക് ആദ്യം കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. കുറച്ച് വേർബ്സ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം അല്ലേ. എന്താ ഫതഹ എന്ന് പറഞ്ഞാൽ? ഫതഹ ഓപ്പൺ. ഓപ്പൺഡ് പാസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് പാസ്റ്റും കൂടെ കമ്പൈൻ ചെയ്യാം. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ്. ഓക്കെ, അപ്പം തുറക്കുന്നു അല്ലെങ്കിൽ ഓപ്പൺ, അതിന്റെ പ്രസന്റ് എന്താണ്? യഫ്തഹ് അല്ലേ, അവൻ തുറക്കുന്നു. യഫ്തഹ് എപ്പോഴും ഹി ആണ് ബേസ് വേർഡ്. സോ യഫ്തഹ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ അല്ലെങ്കിൽ ഹി ഓപ്പൺസ് എന്നുള്ള രീതിയിലാണ് വരിക. സോ അതിന്റെ എല്ലാ ഫോംസ് ഒന്ന് പറയൂ ഷഹല. അതായത് എന്തല്ല അനഹത്ത. പറയണ്ടേ? ആ അന അഫ്ത. അനാന്ന് വെച്ചിട്ട് പറയാനാണ്. ആനാന്ന് പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അഫ്തഹ് എന്ന് പറഞ്ഞാലും മതി. ഇനിയിപ്പോ ആന വെച്ച് പറയാൻ അഫ്തഹ ഇൻത തഫ്തഹ്, അത് പറയൂ. ആ 7 ഫോംസ്, അന 8 ഫോംസ്. അഫ്ത. ആ ഇന്ത തഫ്ത. ഉം ഇന്തി തഫ്തഈൻ. ഉം ഇന്തു തഫ്തഊൻ. തഫ്തഹൂൻ നാട്ട ഹ ആണ്. ഇനി ഹുവ ആ യഫ്തഹ്. ഉം ഹിയ തഫ്തഹ്. ഉം പിന്നെ ഹും ഉം യഫ്തഊൻ ആ അല്ലേ? ആ നഹ്നു നഹ്നു നഫ്തഹ്. നഫ്തഹ്. ഓക്കെ, അഹ്സൻതി. ഇനി ഉഖ്ത് ഷെറിൽ, ബദഅ എന്ന് പറഞ്ഞാൽ എന്താ? ബദഅ സ്റ്റാർട്ടഡ്, തുടങ്ങി. ഓക്കെ, ബദഅ എന്ന് പറഞ്ഞാൽ തുടങ്ങി. അതിന്റെ പ്രസന്റ് ആണ് എന്ത്? യബ്ദ. ഓക്കെ, യബ്ദ, അതായത് അവൻ സ്റ്റാർട്ട് അല്ലേ? ആ ബദഅ സ്റ്റാർട്ടഡ് പാസ്റ്റ് ആണ്. യബ്ദ ആണ് സ്റ്റാർട്ട്. ഹുവ യബ്ദ അല്ലേ, നമ്മൾ പഠിച്ചില്ലേ ഹുവ യബ്ദ. അപ്പൊ ഞാൻ അതിന്റെ കൂടെ നിങ്ങൾക്ക് പാസ്റ്റും കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അല്ലേ അല്ലേ. യഫ്തഹ് എന്ന് പറഞ്ഞാൽ ഹി ഓപ്പൺസ്, ഫതഹ എന്ന് പറഞ്ഞാൽ ഹി ഓപ്പൺഡ്. ഓക്കെ, അപ്പം ഹുവ എപ്പോഴും അറബിയിൽ ഹുവയാണ് ബേസ് വേർഡ്. സോ യഫ്തഹ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അവൻ തുറക്കുന്നു എന്നാണ്. ഹി ഓപ്പൺസ് എന്നാണ്. പക്ഷെ യഫ്തഹ് തുറക്കുന്നു എന്നുള്ളൊരു നമ്മൾ എന്താണ് ബേസ് വേർഡ് ആയിട്ട് യഫ്തഹ് തന്നെയാണ് ഉപയോഗിക്കുക. മനസ്സിലാവുണ്ടോ? അപ്പൊ ഫത്തഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൻ തുറന്നു. ശരിക്കും അവൻ തുറന്നു എന്നാ, പക്ഷെ തുറന്നു എന്നുള്ളതിനും ഫതഹ എന്നാണ് പറയാ, ബേസ് വേർഡ് ആയതുകൊണ്ട്. ഹുവ ഫതഹ എന്നാ പറയാ. ഹുവ ഫതഹ, അവൻ തുറന്നു. ഹുവ ഫതഹൽ ബാബ്, അവൻ വാതിൽ തുറന്നു. പാസ്റ്റ് ബേസ് വേർഡ്. ഹുവ യഫ്തഹ്. ആ ഹുവ യഫ്തഹൽ ബാബ് എന്ന ഹി ഓപ്പൺസ് ഡോർ, തുറക്കാറുണ്ട്. അതിന്റെ പാസ്റ്റ് ആണ് ഹുവ ഫതഹ എന്ന് പറഞ്ഞാല് ഹി ഓപ്പൺഡ്. ഫതഹ. അല്ല, ഞാനിന്ന് 2 എക്സാമ്പിൾ ഞാൻ അയച്ചിരുന്നു ഗ്രൂപ്പിൽ. അതായത് യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ആണ്. പ്രസന്റ് ആണ്. യാ ഇല്ലാതെയാണ് പാസ്റ്റ്, പക്ഷെ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. യഫ്തഹ് ഫതഹ. ഓക്കെ, ഇനി നോക്കൂ, യബ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺസ്, പ്രസന്റ്. ഹി ഓപ്പൺസ്. അതിന്റെ പാസ്റ്റ് ആണ് എന്ത്? ബദഅ. അല്ല, സ്റ്റാർട്ടഡ് ആണ് യബ്ദ അല്ലേ. ബദഅ, ഹി സ്റ്റാർട്ടഡ്. അയിനല്ലേ ലാസ്റ്റ്? അലിഫാണ്, ഹംസ. ലാസ്റ്റ് അയിനാണോ? അല്ല, അലിഫ്. ബദഅ. ഹംസാണോ? ബദഅ. സോ അതിന്റെ പ്രസന്റ് ആണ് എന്ത്? യബ്ദ. ഹി ഓപ്പൺസ് ആണ് യബ്ദ. അപ്പൊ അതിന്റെ എല്ലാ പ്രസന്റ് ഫോംസ് പറയൂ ഷെറിൽ. ഐ ഓപ്പൺസ്. ഓപ്പൺ സ്റ്റാർട്ട് അല്ലേ? സ്റ്റാർട്ട്. അല്ല, ഐ സ്റ്റാർട്ട്. യെസ്, ഐ സ്റ്റാർട്ട്സ്. അന അബ്ദ. ഇന്ത തബ്ദ. ഇന്തി തബ്ദഈൻ. ഇനി തബ്ദ ഈ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഈന് സംസാരത്തിൽ വരും. തബ്ദ ഈ എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യട്ടോ. ഇന്തി തബ്ദ ഈ. എങ്ങനെയാ? തബ്ദ ഈ എന്ന് പറഞ്ഞാൽ മതി. എല്ലാത്തിനും നിങ്ങൾ ഈൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇന്തിക്ക് ഈന് ചേർക്കണ്ടെന്നല്ലേ? ഈന്ന് മതി. തബ്ദ ഈ എന്ന് പറയും. ഓക്കെ, യഫ്തഹി തഫ്തഹി എന്ന് പറഞ്ഞാൽ മതി. തഫ്തഹീൻ എന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല. ഫോം അതാണ് സംസാരത്തില്. അന്ന് വേണ്ട, തഫ്തഹീൻ എന്ന് പറയണ്ട, അന്ന് വേണ്ട, സംസാരത്തിൽ ഉണ്ടാവൂല. പക്ഷെ നമുക്ക് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആദ്യം പറഞ്ഞു തന്നത്. അങ്ങനെ തന്നെയാണ് കറക്റ്റ് ഫോം. പക്ഷെ സംസാരത്തിൽ തഫ്തഹി എന്ന് പറഞ്ഞാൽ മതി. ഇന്തി തഫ്തഹി. ഓക്കെ, അപ്പൊ ഇന്തി തബ്ദഈ. ഇന്തു തബ്ദഊൻ. നഹ്നു നബ്ദ. ഹുവ യബ്ദ. ഹിയ തബ്ദ. ഹും യബ്ദഊൻ. അല്ലേ? ക്ലിയർ അല്ലേ? ശരിയായി വരുന്നുണ്ട് അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ കതബ എന്ന് പറഞ്ഞാല്? കതബ എഴുതി, റോട്ട്. അപ്പൊ അതിന്റെ പ്രസന്റ് എന്താണ്? എന്താണ്? യക്തുബ്. അപ്പൊ ഷംന പറയൂ അതിന്റെ എല്ലാ ഫോംസും. അന അക്തുബ്.
أنت تكتب. ഉം. أنت تكتبين لا. ആ തെക്തുബി ഇന്തി തെക്തുബി ആ أوكي. أنتم تكتبون. ഉം. هو يكتب. ഉം. هي تكتب. ഉം. هم يكتبون. ആ نحن نكتب. ആ അപ്പൊ ഇവിടൊക്കെ ഈ കത്തബൻ്റെത് നെക്തുബ് യക്തുബ് അങ്ങനെ കേട്ടോ പറയാ. ചിലതിന് അങ്ങനെ ചേഞ്ച് വരും. ഓക്കെ, എന്താണ് എക്തുബ് യക്തുബ് തെക്തുബ് എന്ന് പറയാം. തെക്തബ് യക്തബ് എന്നല്ല പറയാ, തെക്തുബ് യക്തുബ് എന്നാട്ടോ പറയാ. ഒന്ന് നോട്ട് ചെയ്യണേ. മനസ്സിലായില്ല. അന അക്തുബ് എന്നാ പറയാ, അക്തബല്ല. ഇൻത ആ തെക്തുബ് എന്നാ പറയാ, തൂന്നാണ് അല്ലേ? തെക്തബല്ല. ഓക്കെ, ഹുവ യക്തുബ് തൂ എന്നാ പറയാ കേട്ടോ. അത് ചിലത് നിങ്ങൾ ഇങ്ങനെ നമ്മള് സംസാരത്തിൽ നിങ്ങൾ പഠിച്ചോളും. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്യാട്ടോ. ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു 2-3 വേർബ്സും കൂടി പറയാം. എന്താ ദഹല? ദഹല يكتبന്റെ പാസ്റ്റ് എന്തായിരുന്നു? കത്തബ. കത്തബ എഴുതി, كتب. അല്ലെങ്കിൽ അവൻ എഴുതി. കത്തബ. ഓക്കെ, ദഹല എൻട്രൻസ്. ആ അപ്പൊ ദഹല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേശിച്ചു അല്ലേ, എൻ്റർ ചെയ്തു. അതിന്റെ പ്രസന്റ് എന്താണ്? യദ്ഖുൽ. യദ്ഖുൽ. അപ്പൊ അതിന്റെ ഫോംസ് പറയൂ ഉഖ്ത് ഷഹല. അന അദ്ഖുൽ. ആ ഇന്ത തദ്ഖുൽ. ഉം, ഇന്ത തദ്ഖുലീൻ. ഉം. പിന്നെന്താണ്? ഹുവ. ഹുവ യദ്ഖുൽ. ആ ഹിയ തദ്ഖുൽ. ഉം, ഹും യദ്ഖുലൂൻ. ഉം. നഹ്നു നദ്ഖുൽ. നദ്ഖുൽ. ഓക്കെ, ഇനി എന്താ സമിഅ എന്ന് പറഞ്ഞാൽ? സമിഅ കേട്ടു. കേട്ടു. അതിന്റെ പ്രസന്റ് എന്താണ്? യസ്മ. യസ്മ അല്ലേ, അവൻ കേട്ടു അല്ലെങ്കിൽ കേൾക്കാറുണ്ട്. അപ്പൊ ഉഖ്ത് ഷെറിയിൽ പറയൂ അതിന്റെ ഫോം. എസ്മാ അല്ലേ പറഞ്ഞത്? യസ്മ. ആ യസ്മ. അന അസ്മാ. ഉം, ഇന്ത തസ്മാ. ഉം, ഇന്തി തസ്മഈ. ഉം, ഇന്തു തസ്മഊൻ. ഉം, ഹുവ യസ്മാ. ഉം. ഹിയ തസ്മാ. ഹും ഹും. ആ യസ്മഊൻ. ആ നഹ്നു. നഹ്നു നസ്മാ. അല്ലേ, നസ്മാ. നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പൊ എന്താണ്? ക്ലിയർ അല്ലേ ഉഖ്ത്? പിന്നെ എന്താ ഫഹിമ എന്ന് പറഞ്ഞാൽ? ഫഹിമ. അഫ്ഹം. അതാണോ? അതെ. ആ അപ്പൊ എന്താണ്? ഫഫം. ആ അഫ്ഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡ് ആണ്. അതിന്റെ പാസ്റ്റ് ആണ് എന്ത്? അണ്ടർസ്റ്റുഡ് ആണ് എന്ത്? ഫഹിമ. ഓക്കെ, അപ്പൊ അതിന്റെ പ്രസന്റ് യഫ്ഹം, ഹി അണ്ടർസ്റ്റാൻഡ്സ് അല്ലേ. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നാകുമ്പോ ഉഖ്ത് ഷംന പറയൂ അതിന്റെ ഫോം. അന എന്തായിരുന്നു? ഫഹിം അല്ലേ? സമിഅ. അസ്മഅ. ഫഹം. അന അല്ല, ഫഹിമാണ്. അസ്മ അന ഞാൻ അവളോട് അഫ്ഹം. പറഞ്ഞു. അഫ്ഹം. أنا أفهم. أنت تفهم. تفهم. أنت تفهم. أوكي. أنت أنت تفهمين. تفهمي. تفهمي. تفهمين. أنتم تفهمون. هو يفهم. يفهم. هو يفهم. يفهم. هي يفهم. هي تفهم. هي تفهم. هي تفهم. هي تفهم. هم يفعلون. نحن نفهم. نفهم. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഫോംസ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത് പ്രസന്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, ചെയ്യുന്നു അല്ലേ, പോകാറുണ്ട്, പോകുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയാനാണ് പ്രസന്റ് ടെൻസ്. അപ്പം നമ്മളും അവന് നമുക്ക് നമ്മളെ പ്രാക്ടീസിലുള്ള എക്സാമ്പിൾസ് നോക്കാം അല്ലേ. ഐ സ്ലീപ്പ് എന്താണ്? അല്ലെങ്കിൽ അന അനാം രണ്ടും പറയാം കേട്ടോ. അനൂം എന്നും അനാം എന്നും പറയാം. അപ്പൊ എന്താണ്? ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ സ്ക്രീന് കാണുന്നില്ലേ അല്ലേ? ഐ സ്ലീപ്പ് ഏർലി. എന്തിനാണ്? ബിക്കോസ് ഐ വാണ്ട് ടു ഗോ ടു ജോബ്. അല്ല, എന്താണ്? എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ. ടു ഗെറ്റ് അപ്പ് ഏർലി. എങ്ങനെ പറയാം ഉഖ്ത് ഷഹല പറയൂ? I sleep early. أنا أنام بدري عشان
അന അസഹി അല്ല ജോലിക്ക് ബിക്കോസ് എന്താണ് അനസഹി യെസ് ബിക്കോസ് എഴുന്നേൽക്കാനാണ് അഷാൻ അനസഹി അസഹി എഴുന്നേൽക്കും ടു ഗോ നേരത്തെ ടു വർക്ക്. എഴുന്നേൽക്കാൻ അന അസഹി ഉം. എഴുന്നേൽക്കാൻ. ബദരി. ബദരി അസഹി ആ ടു ഗോ ഫോർ വർക്ക് അല്ലേ? ലിഷോൾ ലിഷുവൽ. അല്ലേ? സോ എന്താണ് ഇത് മലയാളം ഉള്ളത് ഇംഗ്ലീഷിലാക്കേണ്ടി വരും. നല്ല എളുപ്പമായിരുന്നു നിങ്ങൾക്ക് പറയാൻ. ഇതിപ്പോൾ എനിക്ക് തന്നെ കിട്ടുന്നില്ല. ഓക്കെ, എന്താണ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയത്, ആണല്ലേ? കാരണം മലയാളത്തിലാകുമ്പോ ട്രാൻസ്ലേഷൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്, എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ്. ആദ്യത്തെ വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ആകുമ്പോ നല്ല ആ അറബിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. കിട്ടും. സോ എന്താണ് അനാം ബദ്രി ഫില്ലയിൽ അല്ലേ? ഐ സ്ലീപ് ഏർലി അറ്റ് നൈറ്റ് അഷാൻ അസഹി ലിഷോൾ ബദ്രി ബിക്കോസ് സോ ദാറ്റ് എന്താണ് ഐ ഗെറ്റ് അപ്പ് ഏർലി ഫോർ വർക്ക്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു സ്ക്രീന് കാണണ്ട ഒരു ഒന്ന് കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ ശരിയായോ? ആ അല്ലേ? അനാം ബദ്രി ഫില്ലയിൽ ആഷാൻ അസഹി ലിഷോൽ ബദ്രിയിലെ നമ്മളൊക്കെ പറയുന്ന അല്ലേ, എനിക്ക് നേരത്തെ ഉറങ്ങണം അല്ലേ? ഐ സ്ലീപ് ഏർലി ഇൻ ദ ഐ നൈറ്റ് വാണ്ട് ടു ബിക്കോസ് സ്ലീപ് ഏർലി എന്നാണെങ്കിൽ എങ്ങനെ പറയാം? അബ അനാം ബദരി. ഇല്ലേ? അനാം ബദ്രി. അപ്പൊ ഹസ്ബൻഡിനോടൊക്കെ നമുക്ക് പറയാം, എന്തായാലും മക്കളോട് പറയണത് എനിക്ക് നേരത്തെ ഉറങ്ങണം കേട്ടോ, എനിക്ക് രാവിലെ നേരത്തെ എണീക്കാനുള്ള നമ്മൾ പറയാറില്ലേ? അപ്പം വേണം എന്നുള്ളെങ്കിൽ ഐ വോണ്ട് ആണെങ്കിൽ അനാം ബദ്രി അല്ലേ? ഇനി ഇന്ത്യാകുമ്പം എന്താവും? ഇൻതനാം. അല്ലേ? ഇൻതനാം. സോ എന്താണ് യു സ്ലീപ് അറ്റ് ഹോം ആഫ്റ്റർ ഡിന്നർ. ഹൗ ടു സേ ഓഫ് ഷെറിൽ? പുരുഷനോടാണ്. യു സ്ലീപ് അറ്റ് ഹോം ആഫ്റ്റർ ഇൻതനാം ഫിൽ ബൈത്ത് ബാദ അഷ. ബാദൽ അല്ലേ? കറക്റ്റ്. അഹ്സൻതി. സോ ഇൻതനാം ബാദൽ അഷ ഫിൽ ബൈത്ത്. കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഇന്ത്യാകുമ്പോൾ എങ്ങനെ പറയും ഉഖ്ത് ഷംന പെണ്ണിനോടാണെങ്കിൽ? ഇന്തി തനാമീൻ. ഓക്കെ, ഇന്തി തനാമീൻ. സോ എന്താണ് നമ്മൾ എക്സാമ്പിൾ എന്താണ്? യു സ്ലീപ് വിത്ത് കിഡ്സ് ഇൻ യുവർ റൂം. ഉഖ്ത് ഷംന. അയ്യോ ഞാൻ കേട്ടില്ല കേട്ടോ എക്സാമ്പിൾ ഇവർ രണ്ടാളും പറഞ്ഞ്. ഓക്കെ, നിങ്ങളിത് ട്രൈ ചെയ്താൽ മതി. ഇത് ഒന്ന് നോക്കേണ്ടത് പറഞ്ഞാൽ മതി. യു സ്ലീപ് വിത്ത് കിഡ്സ് ഇൻ യുവർ റൂം. നമ്മൾ പെണ്ണിനോട് ഷെറിലിനോട് പറയാണെന്തേ അല്ലേ? അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാണ്, ഡു യു സ്ലീപ് വിത്ത് കിഡ്സ് ഇൻ യുവർ റൂം? എങ്ങനെ ചോദിക്കുക? ഇന്തി സ്ലീപ്പ് എന്തായിരുന്നു? തെനാമീൻ എന്ന് പറയും. തെനാമീൻ. ഓക്കെ, ഇന്തി തനാമീൻ കിഡ്സ് മഅൽ ഔലാദ് ഫിൽ ഉർഫ. ഫി ഉർഫത്തിക്. നിന്റെ റൂമിലാവുമ്പോ ഫി ഉർഫത്തിക് അല്ലേ? നിന്റെ റൂം. എന്താണ് ഇന്തി തനാമീൻ മഅൽ ഔലാദ് ഫി ഉർഫത്തിക്. നിന്റെ കുട്ടികളെ കൂടെ റൂമിലാണ് ഉറങ്ങാറ് ക്വസ്റ്റ്യൻ ഫോമിലാണെങ്കിൽ. ഇനിയിപ്പോൾ അങ്ങനെയാണ് എന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ ടോൺ ഇട്ട് കൊടുക്കാതെ എന്താ മതി? ഇന്തി തനാമീൻ ഫി ഉർഫത്തിക് മഅ ഔലാദ് അല്ലേ? മക്കളെ കൂടെ നീ റൂമിൽ ഉറങ്ങാറുണ്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇന്തു ആകുമ്പോ തനാമൂൻ. ഇന്തും തനാമൂൻ അല്ലെങ്കിൽ ഇന്തു തനാമൂ അല്ലേ? ഇപ്പൊ എങ്ങനെ പറയാം? യെസ്, യു സ്ലീപ് ലേറ്റ് ഡ്യൂറിങ് വീക്കെൻഡ്സ്. ഉഖ്ത് ഷഹല, യു ഓൾ സ്ലീപ് അല്ലേ? അല്ലേ? എല്ലാവരും ലേറ്റ് ആയിട്ടല്ലേ ഉറങ്ങാറ് ഡ്യൂറിങ് വീക്കെൻഡ്സ്? എങ്ങനെ? യു സ്ലീപ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്. യു സ്ലീപ് ലേറ്റ്. യു ഓൾ ആണ് കേട്ടോ, പ്ലൂറൽ ആണ്. യു ഓൾ സ്ലീപ് ലേറ്റ്. അല്ലെങ്കിൽ ചോദ്യമായിട്ട് ചോദിച്ചാൽ മതി, നിങ്ങളൊക്കെ ലേറ്റ് ആയിട്ടാണോ വീക്കെൻഡിൽ ഉറങ്ങാറുള്ളത് അല്ലേ? യു ഓൾ സ്ലീപ്. ഇന്തു തനാമൂൻ താഹിറ. ഇംഗ്ലീഷിൽ പറഞ്ഞുതരോ? You sleep late in the weekend. During weekends. ഇന്ത തനാമൂൻ മുതാഹിർ ഫിൽ വീക്കെൻഡ്. അങ്ങനെ പറയോ? അതന്നെ, ഫിൽ വീക്കെൻഡ്. ഓക്കെ, വീക്കെൻഡ് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. സോ ഇന്തു തനാമൂൻ മുതഅഖിർ അല്ലേ? ലേറ്റ് ആയിട്ടാണോ ഉറങ്ങാറ് ഫിൽ വീക്കെൻഡ്? വീക്കെൻഡിലെ. ഓക്കെ, ക്ലിയർ ആണോ?
ഈസി അല്ലേ? Yes. ഇൻതു തെനാമൂൻ അല്ലേ? ഇൻതു തെനാമൂൻ നിങ്ങൾ എല്ലാവരും വീക്കെൻഡിൽ. ഇനി അവനാകുമ്പോ എന്താണ്? ഹുവ യനാം അല്ലേ? അവൻ Enam. ഉറങ്ങാറുണ്ട്. സോ ഷെറിൽ പറയൂ, അവൻ ജോലിയിൽ, യെസ്, ഹി സ്ലീപ്സ് എന്താണ്? ഹി സ്ലീപ്സ് ആഫ്റ്റർ വർക്ക്, നോ. ഓക്കെ, ജോലി നിന്ന് ക്ഷീണിച്ചെത്തിയ ശേഷം ഉറങ്ങുന്നു, എങ്ങനെ പറയൂ? He sleeps after coming tired from work. യെസ് പഠിച്ചോനെ. അതന്നെ പറഞ്ഞോളൂ. അതായത് ഇംഗ്ലീഷിലാണെങ്കിൽ എളുപ്പമാണ്, അത് എളുപ്പമാണ്, മലയാളത്തിൽ വരുമ്പോൾ ഇത് കൺഫ്യൂസിംഗ് ചേഞ്ച് ആണ്. ചെയ്യാൻ പറ്റിയില്ലേ, അതാണ്, സമയം കിട്ടിയില്ല. ആ, ഓക്കെ, ഇല്ല ഇല്ല കുഴപ്പമില്ല. ആ പറയൂ. ടയേർഡും വേണമല്ലോ അതില്. ആ He sleeps. Huwa enam ആ ba'd ഉം. തിരിച്ചെത്തിയ coming ശേഷം from work. റിട്ടേൺ എന്താണ്? ഇർജ. Arj. അവനാവുമ്പോ Arj. യർജ, അവനല്ലേ? Arj. ആ Minal ഫ്രം shugul. ജോബ്. Minal shugul. ആ ടയേർഡ്, Taban. താഴ്ബാൻ അല്ലെ? അപ്പൊ എന്താണ്? ഹുവയനാം അപ്പൊ ഇങ്ങനെ ബാധ. huwa enam ba'd ma ഈ മാ യർജ എന്ന് അതൊരു പ്രയോഗം പോലെ പഠിക്കണം. ചിലപ്പോൾ വേർബ്സിന്റെ, അതായത് ആഫ്റ്റർ കമ്മിങ് ഫ്രം ജോബ് എന്നുള്ള ആ ഒരു രീതിയിലാണ് ബാധ മാ യർജ എന്ന് പറയുമ്പോൾ, അല്ലെ? ഗബിൽ മാ അറൂഹ്, മാന്റെ ഞാൻ എന്താണ് ഫ്രം പോകുന്നതിന് മുന്നേ, അതൊരു യൂസേജ് ആണ്. ഓക്കെ, ബാധ അവിടെ മാ എന്നുള്ളൊരു നോട്ട് എന്നുള്ള അർത്ഥമല്ല. ബാധ യർജ എന്ന് പറയും, പക്ഷെ ബാധ മാ യർജ എന്നാണ് അതിന്റെ കറക്റ്റ് യൂസേജ്. അത് അങ്ങനെ യൂസേജ് ആണ്. ഇപ്പം ഗബിൽ മാ അറൂഹ്, ബിഫോർ ഐ ഗോ, ഞാൻ ഈ പോകുന്നു. ലിമ എന്ന് പറഞ്ഞ എന്താണ്? എന്താണ് ലിമ 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 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ് പോലെ. ലിമാത എന്തിനു വേണ്ടി, അത് സ്പോക്കണിൽ യൂസ് ചെയ്യൂല കേട്ടോ. ലമ്മ ഉണ്ട്, അതാണോ? വെൻ. ലെമ ഉണ്ട്. ലമ്മയാണ് വെൻ. ലമ്മ അറോഹ, ഞാൻ പോകുമ്പോൾ. ഓക്കെ, അന ബഗൂലക്, ഞാൻ നിന്നോട് പറയാം. ലമ്മ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ലമ്മ ഇതാ ഇഫൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ എന്താണ് ഇവിടെ, എന്താണ്? അപ്പം ബാധമായ അർജ, പോകുന്നതിന് മുന്നേ. ഓക്കെ, അല്ല, ബാധമായ അർജ പറഞ്ഞാല് എന്താണ്? അതാ ശേഷം. എത്തിയതിന് ശേഷം. ഓക്കെ, സഹുവയന ബാധമായ അർജ മിന ശുഗൽ തഅബാൻ, തിരിച്ചെത്തിയതിന് ശേഷം അവൻ എന്താണ്? ഇനി മാന്നുള്ളെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആ ആഫ്റ്റർ യൂസേജ് നിങ്ങൾ കമ്മിങ് അല്ലേ? പഠിക്കണം. ബിഫോർ വേർബ് ഇങ്ങനെ ഒരു കണക്ഷൻ വേർഡ് ആയിട്ട് മാ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഹിയ, അവൾ തിനാം, അവൾ ഉറങ്ങുന്നു അല്ലേ? അപ്പൊ എന്താണ്? ഷീ സ്ലീപ്സ് ഏർലി ബിഫോർ ഫജർ. ഹിയ തനാം. നിങ്ങളാണോ? ഓക്കെ, നിങ്ങൾ ശരി. അല്ല, ഷംന പറഞ്ഞു. ആരാണ് നിങ്ങൾ? നിങ്ങളാ ആരാന്ന് എനിക്ക് അറിയില്ല, ആരാ പറയാനുള്ളത്? ഹിയ തിനാം ഉം, മുമ്പിന് എന്താ പറയാ? എന്താണ്? ഹിയ തനാം കബല. അത് നേരത്തെ ഉറങ്ങുന്നു. ഷീ സ്ലീപ്സ് ഏർലി, അത് പറയൂ ആദ്യം. ബിഫോർ ഫജർ. അവൾ ഫജറിന് നേരത്തെ ഉറങ്ങുന്നു എന്നല്ലേ? ഇംഗ്ലീഷിൽ പറയാം, അപ്പൊ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ഷീ സ്ലീപ്സ് ഏർലി. ഓക്കെ, എനിക്ക് ഫുള്ള് ഇത് വിട്ടിട്ടുള്ളത്, ഞാൻ ട്രൈ ചെയ്യാം. ഷീ സ്ലീപ്സ് ഏർലി, അത് പറയൂ, നിങ്ങൾക്ക് അറിയും. ഇന്തി ഷീ ഹിയ ഹിയ തെനാം ഏർലി അളി എന്തേനു? ബദ്രി ബദ്രി ബിഫോർ ഫജർ. ബദ്രി ഫജർ എന്നല്ലേ പറയാ? ഗബിൽ ഫജർ, മുന്നേ, ഫജറിന് മുന്നേ. ബിഫോർ ഫജർ, ഗബിൽ ഫജർ. ഏർലി ബിഫോർ എന്നുണ്ടല്ലേ? രണ്ട് വേർഡ് ഉണ്ട്. ഉണ്ട്. സോ ഷീ സ്ലീപ്സ് ഏർലി, സോ ഹിയ തെനാം ബദ്രി. ഹിയ തെനാം ബദ്രി എപ്പോഴാണ്? ബിഫോർ ഫജർ, സോ ഗബിൽ ഫജർ. ഇല്ലേ? ഏർലി ബദ്രി ആണ്, മുതാഖിർ ലേറ്റ് ആണ്. ഗബിൽ ബിഫോർ ആണ്, ബാദ് ആഫ്റ്റർ ആണ്. ഓക്കെ, മാ കബല മാ ബാദ. അത് യൂസേജിൽ വരും. ഓക്കെ, അല്ല, ഇത് നമ്മള് പഠിക്കുമ്പോഴേ, ഖുറാൻ പഠിക്കുമ്പോൾ അങ്ങനെ ചോദിക്കും, മാ കബല മാ ബാദ, അത് ആയത്തിന്റെ മുമ്പുള്ള ചോദിക്കും. അങ്ങനെ പഠിച്ച വേർഡ്. അങ്ങനെ കബലും ബാദും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി അവർ ഉറങ്ങാറുണ്ട്. സോ ഹും യനാമൂൻ. അപ്പൊ ഉഖ്ത് ഷഹല പറയോ? ഓക്കെ, വീട്ടിൽ അറ്റ് ഹോം ആഫ്റ്റർ എ ലോങ് ഡേ.
they sleep at home. Hum yanamun at home. Fil bait. ആഫ്റ്റർ എ ലോങ് ഡേ. After എന്ന് പറയുമ്പോൾ ബാദ യൗം ലോങ് എന്താണ്? long തൊവീൽ. വീല്. യിൽ. യോം ആ, യോം തൊവീൽ, എ തൊവീൽ. ലോങ് ഡേ. ഇനി നോക്കൂ, ഞാൻ പകൽ മുഴുവൻ ജോലി ചെയ്യാറുണ്ട് എന്ന് എങ്ങനെ പറയാ? അല്ലെങ്കിൽ ഞാൻ പകൽ മുഴുവൻ ഉറങ്ങാറുണ്ട്. ഐ ഞാൻ സ്ലീപ് പകൽ ഹോൾ ഡേ. അന ആ അന അനാം ആ പുല്ലിയോ കുല്ലിയോം എന്ന് പറഞ്ഞാൽ കുല്ലിയും എന്താ അർത്ഥം? ഓ ഓൾ ഡേ. എവറി ഡേ. എവറി ഡേ ആയി. കുല്ലിയാകുമ്പോ എവറി ഡേ. ഓൾ ഡേ എന്നാൽ എന്താ? ഓൾ ഡേ ടൈം, പകൽ മുഴുവൻ. ഓക്കെ, അതായത് പകൽ മുഴുവൻ ഞാൻ ഉറങ്ങാറുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം പകൽ മുഴുവൻ എന്നുള്ളത്? അല്ലെങ്കിൽ രാത്രി മുഴുവൻ. കുല്ലിയ കുല്ല് എന്ന് പറയുമ്പോ എല്ലാ കുല്ല്. എല്ലാ രാത്രിയും നായില്ലേ? അപ്പൊ തൂൽ എന്നാണ് അവിടെ യൂസ് ചെയ്യുക. തൂൽ അന്നഹാർ. അന അഷ്തഇൽ തൂൽ അന്നഹാർ. ദിവസം മുഴുവൻ ഞാൻ ജോലി ചെയ്യാറുണ്ട്. ഓക്കെ, തൂൽ എന്ന് പറഞ്ഞാൽ ഓൾ എന്നാണോ? ആ ഓൾ ഫുൾ, അതായത് ഓ, full, ഓ, പകൽ all ആണോ? മുഴുവൻ, whole ഫുൾ ആണോ? ഡേ, ഫുൾ ഡേ. ഫുൾ ഡേ അല്ലേ? ആ ഫുൾ അല്ല, ഡേ. ഓൾ അല്ലേ ഇത്? കുല്യോം എന്ന് ആ പറഞ്ഞാൽ എവറി WHO ഡേ. അല്ലേ? നമ്മൾ പറയാം പകൽ മുഴുവൻ ഞാൻ വർക്ക് ചെയ്യായിരുന്നു, അല്ലെ പകൽ മുഴുവൻ ഞാൻ വർക്ക് ദ ഹോൾ ഡേ എന്നൊക്കെ പറയില്ലേ? യെസ് യെസ്. അതാണ് ആ ഹോൾ എന്നുള്ള രീതിയിൽ. അതാണ് എന്ത്? തൂൽ അൻ നഹാർ. നഹാർ ആണ് പകൽ ടൈം. ഏതാണ്? നഹാർ ആണ് എന്ത്? താ പകൽ. മേലെ 2 കുത്തുള്ള താ അല്ലേ? അതോ ത്വ ആണോ? അത് അല്ല, തൂൽ. ആ ഈ തൂൽ തന്നെ തവീലിന്റെ തന്നെ, തവീൽ തന്നെ വരുന്നതാണ് ആ തൂൽ. തവീലിന്റെ അല്ല, തൂൽ ആ തൂൽ തന്നെയാണ്. ഈ തവീൽ എന്ന് വന്ന തൂവൽ തന്നെയാണ്. ഓക്കെ, തൂൽ എന്നാണ് അതിന് പറയാ. വന്ന വാക്കാണല്ലേ? തോ വാ ലാം, തൂൽ, തൂൽ. ഓക്കെ, അപ്പൊ തവീൽ തന്നെ. സോ അന അഷ്തഗിൽ തൂൽ അന്നഹാർ. അന മറ തഅബാന. അല്ലെ, ഞാൻ പകൽ മുഴുവൻ വർക്ക് ചെയ്തു. ആ പകലാണ് എന്ത്? നഹാർ. നെഹാർ പകലാണ്. പകലാണ് നഹാർ. അല്ലെ, ഖുറാനിലൊക്കെ ഉണ്ട് ഫിൻ നഹാർ ഫിൽ ലൈലൊക്കെ, അതെ രാത്രി അതെ അതെ. പകലും. കേട്ടിട്ടുള്ള വേർഡാണ്. നഹാർ പകലാണ്. സോ അന അഷ്തഗിൽ, അല്ലെങ്കിൽ അന അനൂം തൂലൻ നഹാർ. അല്ലെങ്കിൽ അവന്, അല്ലെ നമ്മളെ മക്കളോ അല്ലെങ്കിൽ പറയും പകല് മുഴുവൻ അവൻ ഉറങ്ങണ പണിയാണ്, രാത്രി എന്ത് ചെയ്യും? TV കണ്ടിരിക്കും. അപ്പൊ എന്ത് പറയണം? ഹുവ യനാം തൂലൻ നഹാർ. അല്ലെ, അവനായതുകൊണ്ട് ഹുവ യനാം തൂലൻ നഹാർ, അവൻ പകൽ മുഴുവൻ ഉറങ്ങാറുണ്ട്. സോ തൂലാണ് മുഴുവൻ, ദ ഹോൾ ഡേ. ഇനി നൈറ്റ് ആണെങ്കിൽ തൂൽ അല്ലേൽ. സോ തൂൽ എന്നുള്ള യൂസേജ് നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. തൂൽ, തൂൽ. ഇവിടെ ബാദ്യവും തൊവീൽ, നീണ്ടൊരു ദിവസത്തിന് ശേഷം. അല്ലേ? ഇനി നഹ്നു എന്താണ്? നഹ്നു നനാം, തനാം. അല്ലെങ്കിൽ നനൂം എന്നും പറയാട്ടോ. സോറി നനാം. ആ നനാം എന്താണ്? സോ വി സ്ലീപ് ആഫ്റ്റർ പ്രെയർ അറ്റ് നൈറ്റ്. ആരാ നുഫ്ത? ആരാ പറയാനുള്ള? ഇനി ഷഹ്ലയാണോ? എന്താണ്? ഞാനാണ്. ആ നിങ്ങളാണോ? ആ പറയൂ. അപ്പം ആ എന്തായിരുന്നു? we ഞങ്ങൾ sleep at night after prayer. നഹനു ഉം, നനാം ഉം, ഫിൽ ലൈൽ ഉം. ബഅദ സല. Yes, അഹ്സൻതി. സോ നഹ്നു നനാം ഫിൽ ലൈൽ ബഅദ സ്വലാ. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഉറങ്ങാറ്? ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ച വേർഡാണ് എന്ത്? ബദ്രി, നേരത്തെ. മുതഅഖിർ, ലേറ്റ്. തഅബാൻ, ടയേർഡ്. ലൈൽ, രാത്രി. സ്ലീപ്പിന്റെ റൂട്ട് വേർഡ് എന്താ? അതന്നെ യനൂം അല്ലെങ്കിൽ യനാം, രണ്ടും പറയാറുണ്ട്. അവൻ ഉറങ്ങുന്നു. എന്താണ്? ഒന്നുകൂടെ പറയാം. പ്രസന്റ് ആണെങ്കിൽ യനാം, യനാം. അല്ലെങ്കിൽ യനൂം എന്നും പറയാം. ഇനി അതിന്റെ പാസ്റ്റ് ആണ്, അവൻ ഉറങ്ങി എന്നാണെങ്കിൽ ഹുവ നാമ എന്ന് പറയാം. നാമയാണ് അതിന്റെ റൂട്ട് വേർഡ് പാസ്റ്റില്. ഓക്കെ, നാമ ഉറങ്ങി, സ്ലെപ്റ്റ്. അനയാകുമ്പം നുംത്ത്. അനനുംത്ത് ബദരി, ഞാൻ നേരത്തെ ഉറങ്ങി. അംസ്, ഇന്നലെ. സോ നാമയാണ് പാസ്റ്റ്, ഉറങ്ങി. യനു ഉറങ്ങാറുണ്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നു. ഓക്കെ, ഹുവയനൂം, അവൻ ഉറങ്ങിയാണെങ്കിൽ ഹുവനാമ, ഹുവനാമ. അപ്പൊ നമ്മള് കാല പഠിച്ചില്ലേ? എന്താണ്? പറഞ്ഞു. അല്ലേ, നമ്മള് കാല പഠിച്ചില്ലേ? കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? പറഞ്ഞു. ആ കാല, നാമ, ജാ, അതൊക്കെ രണ്ട് വേർഡുള്ള ചെറിയ വേർബ്സ് ആണ്. അല്ലേ? അജിയുടെ പാസ്റ്റ് എന്താണ്?
ജാ അല്ലെങ്കിൽ ജാ ജാ അവൻ പോയി എന്നാണ്. ഹുവ ജാ അവൻ പോയി. അല്ലേ? ഷാഫ, എന്താ ഷാഫ പറഞ്ഞാല്? ഷുഫ്. അതന്നെ. ഷുഫ് ആ ഷുഫിന് അപ്പം കണ്ടു. ലുക്ക്. സി അല്ലേ? പാസ്റ്റ് സോ. അല്ലേ? അഷൂഫ് ഐ സോ. സി, യഷൂഫ് ഹി സി. അല്ലെ? പ്രസന്റിൽ ബേസ് വേർഡ് യഷൂഫാണ്, അതിന്റെ പാസ്റ്റ് ഷാഫ എന്നാണ്. ഈ 2 ലെറ്ററുള്ള അധിക വേർബ്സും ആന്ന് പറഞ്ഞിട്ടായിരിക്കും അതിന്റെ പാസ്റ്റ് വരിക. ഗാല, ഷാഫ, നാമ, റാഹ. അല്ലേ? അറൂഹ് എന്താണ്? ഐ ഗോ. യറൂഹ് ഹി ഗോസ്, അതിന്റെ പാസ്റ്റ് ആണ് റാഹ എന്ന് പറയാ. റാഹ്. ഓക്കെ, പോയി, വെന്റ്. നമ്മൾ പഠിക്കും കേട്ടോ, പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഒക്കെ പഠിക്കും നമ്മൾ. സോ ഇനി നമ്മൾ ഡെയിലി റൂട്ടീൻ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ? സോ ഐ വേക്കപ്പ് എന്താണ്? എന്താണ് അനസ്ഹി വേക്കപ്പ്? അസ്വഹി അസഹി എന്നാ പറയാ. അസ്വഹി. അല്ലേ? അസ്സഹി. ഐ വേക്കപ്പ് അന അസ്വഹി അസ്സുബഹ്. അല്ലേ? ഞാൻ സുബഹിക്ക് എണീക്കും. അന അസ്വഹി. എന്നിട്ട് ഐ ഗോ ടു വർക്ക്. ഉഖ്ത് ഷഹല പറയൂ. أنا أسعي الصبح ഉം, الروم ഉം. للشغل. ലിഷുഗൽ അല്ലേ? അറഹ് ലിഷുഗൽ. ഇനി ഉഖ്ത് ചെറിയിൽ പറയൂ. ആൻഡ് ഐ വർക്ക് ദ ഹോൾ ഡേ. തൂൽ എന്നല്ല നമ്മൾ വാക്ക് പറഞ്ഞ അതെ അതെ. ലോങ്ങിന് ഹോൾ ഡേ ഉം, വ ഉം, ആൻഡ് ഐ വർക്ക് അല്ല ഉം. അഷ്തൽ ആ, തൂലൽ യോം തൂലല്ലോ. ഇവിടെ നെക്സ്റ്റ് നിങ്ങൾ തന്നെ പറയും. ആൻഡ് ആഫ്റ്റർ ഡ്യൂട്ടി ഐ റിട്ടേൺ ടു ഹൗസ്. ആഫ്റ്റർ വർക്ക് ആൻഡ് ആഫ്റ്റർ വർക്ക് وبعد شغل. وبعد الشغل أرجع للبيت അർജ I return to home ഓക്കെ. للبيت അഹ്സൻത്. ഇനി للبيت ഉഖ്ത് ഷംന പറയൂ. ഐ ഈറ്റ് ഡിന്നർ വിത്ത് ഫാമിലി. ഉഖ്ത് ഷംന ഐ ഈറ്റ് ഡിന്നർ വിത്ത് ഫാമിലി. അവിടെ ഇല്ല തോന്നുന്നു. ഓക്കെ, അപ്പൊ ഉഖ്ത് ഷഹല പറയൂ. آكل الغشاء. ആശ ആശ عشاء عشاء ഷാനിന് ആശ ആശ. عشاء مع عائلة. മാ ആയില. ഓക്കെ, അഹ്സൻതി. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് ഐ സ്ലീപ്പ് ഏർലി. وبعدين ആ I sleep أنام early بدري. അനാം ബദരി. എന്തിനാണ്? بدري. ടു ഗെറ്റ് അപ്പ് ഏർലി. ഈ ഒരു പറഞ്ഞു. ബാധേന ഉപയോഗിക്കുന്നത് എങ്ങനെയാ രണ്ടും ഇവിടെ ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാം. ബഅദൈൻ അതിന് ശേഷം, ബഅദ അതിന് ശേഷം, രണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഒരേ യൂസേജ് തന്നെ. ഓക്കെ, അപ്പൊ ബഅദൈൻ എന്ന് പറയാം, ബഅദ എന്നും പറയാം. ക്ലിയർ ആയില്ലേ ഡെയിലി റുട്ടീന്? Okay. അല്ല, ഇനി നമുക്ക് ഡെയിലി റുട്ടീൻ്റെ വേറെ വലിയൊരു ചാപ്റ്റർ വരാനുണ്ട്. അത് ഞാൻ അയച്ചോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഇല്ല. നെക്സ്റ്റ് ഡേ കൂടെ നമ്മൾ പ്രസന്റ് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്റ്റിലേക്ക് പോകട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ നന്നായി ക്ലിയർ ആക്കണേ ഇത്. നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. പിന്നെ നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യണം കേട്ടോ. ഇനി എന്താണ് നമുക്ക് അറിയുന്നത് തന്നെയാണ്. എന്ത്? അന അഷ്ത അല്ലേ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല. സ്ക്രീൻ ഷെയർ ചെയ്താൽ ചെയ്യാണ്ട് പഠിപ്പിക്കാം. ഓക്കെ. ഇനി ഐ വർക്ക് എന്താണ്? I വർക്ക് أنا أشتغل. അന അഷ്ത أنا أشتغل അല്ലേ? സോ അന അഷ്തഗിൽ. സോ യു വർക്ക് ദ ഹോൾ ഡേ വിത്ത് ദ ടീം. ഒരാൾ പറയൂ ഫസ്റ്റ്. ഞാൻ ഇപ്പൊ ചോദിച്ച അതേ ഓർഡറിൽ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. സോ أنا I work أنا أشتغل طول طول اليوم مع ആ ടീമിന് എന്താ പറയാ ഫരീഖാണ്. ഫരീഖ് എന്ന ടീമിന് പറയാം. മാ ഫരീഖ് അല്ലെ? എന്താണ് പറയാ? ഫരീഖ് കേട്ടോ. ടീമാണ് ഫരീഖ്. അറിയണം കേട്ടോ. ടീം നിങ്ങൾക്ക് ഓഫീസിലൊക്കെ ആവശ്യം വരും. ഫരീഖ് എന്ന് സംസാരത്തിൽ പറയും ഫരീഖ്. സോ فريق. എന്താണ്? അന അഷ്തഗിൽ തൂൽ അൽയൗം മാ ഫരീഖ്. അല്ലേ? ഡേ മുഴുവൻ ഞാൻ ടീമിനോട് കൂടെ വർക്ക് ചെയ്യുന്നു. ഇനി എന്താണ്? യു വർക്ക് അല്ല യു വർക്ക് ഫ്രം മോർണിംഗ് ടു ഈവനിങ് ഇൻ എ പ്രൈവറ്റ് കമ്പനി. അടുത്ത ആൾ പറയൂ. യു വർക്ക് أنا أشتغل ആ
യു ആണ് യു വർക്ക് ആണല്ലേ. യു വർക്ക്. അൻത്ത് ആ അല്ല എന്ത് പറഞ്ഞോളൂ എന്ത്. انت ഇൻതി ഇൻതി. تشتغل. ആ ഇന്ന പ്രൈവറ്റ് ആ വന്ന കമ്പനി. മിൻ ഷെരിക്ക. ആ ഇന്നാവുമ്പോ മിന്നല്ലേ, മിന്ന ഫ്രം അല്ലേ. ഫി ഷെരിക്ക. പ്രൈവറ്റ് എന്താണ്? എന്തേലും ക്വസ്റ്റ്യന് ഫ്രം ഹാസ. ഏതാ അപ്പൊ പിന്നെ സ്പെഷ്യലിന്റെ ഹാസ് പ്രൈവറ്റ് തന്നെയാണോ? കമ്പനി ഇൻ തഷ്തഗിൽ ഫി ശരിക ഹാസ അല്ലേ. അതായത് ആ സ്പെഷ്യലിന്റെ വേർഡാണോ അത്? അതേപോലെ തന്നെ സ്പെഷ്യൽ തന്നെയാണ് പ്രൈവറ്റിനും പറയാട്ടോ. ഹാസ. ഹാസ അതെ, അതാണ് കുറേ വേർഡ് ഉണ്ട് ഹാസ. ഓക്കെ, സോ എന്താണ്? ഇൻത തഷ്തഗിൽ ഫി ശരിക ഹാസ ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ്. بالمكتبة ആ ഹത്ത. حتى مساء. ഹത്ത മസ അഹ്സൻതി. മനസ്സിലായോ? ഫ്രമ്മിന് എന്താ പറയാ? എങ്ങനെ? പത്ത് മിൻ മുതൽ മിൻ ഹത്ത മിൻ ആ മിൻ സബാഹ് മിൻ ഹത്ത സുബ ആ മസാ, ഹത്ത മസ. അല്ലെങ്കിൽ മിന സബാഹ് ഇലൽ മസാ എന്ന് പറയാം, വരെ എന്നുള്ള രീതിയിൽ. ആ അങ്ങനെ. ഓക്കെ, മിൻ ഫ്രം ഇല മോർണിംഗ് എന്നും ടു ഈവനിങ് പറയാം, പറയുമ്പോ മിൻ ഹത്ത എന്നും പറയാം, വരെ എന്നാണെങ്കിൽ. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ്. ഇപ്പൊ ഒരു വുമണോട്, ഫീമെയിലിനോട് പറഞ്ഞു യു വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ. എങ്ങനെ പറയും? ഇൻതി തഷ്തഗലീൻ ഇൻതി تعليم തഷ്ഫ في المستشفى. ആൻഡ് യു ഗോ ഏർലി ഫോർ വർക്ക്. വ ബദ്രി വ വ റൂഹ് ബദ്രി വതറൂഹ് വ തറുഹി വതറൂഹി തറൂഹി ബദരി بدري. ലിഷോൾ അല്ലേ. ആ ടു انت تشتغلين في المستشفى وتروحي للشغل بدري and you go നാകുമ്പോൾ അത് തെറൂഹീൻ തന്നെ വരണം. തഷ്തഗിലിൻ തെറൂഹീൻ സബ്ജക്റ്റ് ഇന്തി ആയതുകൊണ്ട്. ഓക്കെ, ഇനി യു ഓൾ അല്ലേ, യു ഓൾ വർക്ക് അറ്റ് ദ സെയിം പ്ലേസ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ യു ഓൾ انتم വർക്ക് ഇൻ ദ സെയിം പ്ലേസ്. ഇൻതു ഇൻതു തഷ്തഗിൽ تشتغلون سوا سوا. സവ സവാന ടുഗദർ എന്നാണ്, ഒരുമിച്ച് എന്നാണ്. സോ നമ്മൾ അതേ സ്ഥലത്ത് എന്നുള്ളത് നഫ്സൽ മക്കാൻ, നഫ്സാണ് പറയാ. സെയിം പ്ലേസ്, നഫ്സൽ മക്കാൻ അല്ലേ. നഫ്സൽ മക്കാൻ സ്വാണോ സ്വാദാണോ? നമ്മൾ ബൈ ബി അത് നഫ്സി എന്നൊക്കെ പഠിച്ചില്ലേ, ബൈ മൈസെൽഫ് ഒക്കെ പഠിച്ചില്ലേ, നഫാസ നഫ്സി. ആ ആ ഓക്കെ ഓക്കെ. അതന്നെയാണ് അതേ സീനാണ് അല്ലേ? അതേ സെയിം എന്നുള്ളതിന് നഫ്സൽ മക്കാൻ, സെയിം പ്ലേസ്, നഫ്സാണ് സെയിം കേട്ടോ. സവ സവ എന്ന് പറയുന്നത് ശരിക്ക് ടുഗദർ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ വരിക, ഒരുമിച്ച് എന്നാണ് കേട്ടോ വരിക. പക്ഷെ നമ്മൾ എക്സ്പേർട്സ് എല്ലാത്തിനും സവ 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 അന സവ സവ ഇജി അന സവ സവ അതെ അതെ. കാറെന്നൊക്കെ പറയും. സവ സവ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, അത് ശരിക്ക് യൂസ് ചെയ്യല്. നെഹ്നു നമുക്കിപ്പം ഹോട്ടലിലേക്ക് ഒരുമിച്ച് പോകാം, യാല്ലാ നറഹ്ലിൽ മത്താം സവ സവ, അവിടെയൊക്കെയാണ് ശരിക്കും ഉപയോഗിക്കുന്നത് സവ സവ. ടുഗദർ എന്നുള്ള മീനിങ് ആണ് ശരിക്കും സവ സവക്ക്. എക്സ്പേർട്സ് എല്ലായിടത്തും സവ സവ യൂസ് ചെയ്യും, പക്ഷെ റോങ് ആണ്. മറ്റൊരു യൂസ് ചെയ്യൂല അല്ലേ? അവര് വെറുതെ സവ സവ യൂസ് ചെയ്യില്ല, അവർ ടുഗദർ എന്നുള്ളതിന് മാത്രം സവ സവ യൂസ് ചെയ്യുള്ളൂ, ഒരുമിച്ച് എന്നുള്ളതിന് അല്ലേ. നമുക്ക് ഒരുമിച്ച് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പം എന്താണ് ഹല്ലീന, ഹല്ലിന നമ്മൾ പഠിച്ചില്ലല്ലോ. അപ്പൊ ഹല്ലീന നമ്മള് ഇപ്പൊ അത് ചിലപ്പോ ഷോപ്പിലൊക്കെ പോയിട്ട് ഇതേപോലത്തെ സാധനം ഉണ്ടോ ചോദിക്കുമ്പോ നമ്മള് സവ സവ എന്നൊക്കെയല്ലേ ചോദിക്കുക. സവ സവ ടുഗദർ എന്നാണ്. സിം സിം. റോങ് നഫ്സാണ് യൂസേജ് അല്ലേ? ചോദിക്കേണ്ടത്, നഫ്സാണ് ചോദിക്കേണ്ടത് ശരിക്കും, ഇതേപോലെയുള്ളത് സെയിം. ഓക്കെ, അപ്പം അത് ഇനി സവ ഓക്കെ സവ ഓക്കെ. യൂസ് ചെയ്യരുത്, അത് നമ്മൾ എക്സ്പേർട്സ് യൂസ് ചെയ്യണം. അപ്പോൾ അവർ നമ്മളോട് എന്ത് പറയും, അതേപോലെ തന്നെ നമ്മളോട് സംസാരിക്കും അല്ലേ. ഇപ്പം പണ്ട് പറഞ്ഞില്ലേനെ ഞാൻ, പിന്നെ ബക്കാലയിൽ പോയിട്ട് പാലുണ്ടോ എന്നുള്ളതിന് ഇന്നത്തെ ഹലീബ് വെച്ച് അറബിനോട് അല്ല, എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ പാലും ആരാണോ? ഇനി നീ പാലാണോ? അപ്പൊ അറബി എന്താ റിപ്ലൈ തരാ? അന ഹലീബ് എന്ന് പറയും അല്ലേ. അപ്പൊ എന്താ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും, പാലെടുത്ത് പോരും അല്ലേ. അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പൊ അയാൾ നമുക്ക് വേണ്ട അറബി അയാൾ പറയും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പൊ ബംഗാളി നാട്ടിൽ വന്നിട്ട് പൊറോട്ടയും കറിയും വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? പൊറോട്ടയും കറിയും എടുത്തു കൊടുക്കും. കരി കൊടുക്കും. ഈ കരി ഹോട്ടലിലുള്ള കൊടുക്കും. ആള് കറക്റ്റ് ചെയ്യോ, എടാ ഈ പറഞ്ഞത് തെറ്റാണ്, കറി എന്ന് പറഞ്ഞാല് അത് കോളാണ്, ഈ കറി എന്ന് പറയണമെന്ന് പറയോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല. എന്ത് ചെയ്യും? പൊറോട്ട കറി എന്ന് പറഞ്ഞെടുത്തു കൊടുക്കും അല്ലേ. അതുപോലെയാണ് നമ്മൾ ഒരിക്കലും അറബ് കറക്റ്റ് ചെയ്ത് തരൂല, നമ്മൾ പറയുന്ന പോലെ. കാരണം അവർക്കറിയാം നമ്മളെ ബംഗാളി അറബി അവർക്കറിയാം. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് അവരും പറയാം നമ്മളെടുത്ത്. ഓക്കെ തമാം.
സോ എന്താണ് നമ്മൾ പറഞ്ഞത്? യെസ്. അപ്പം ഇൻതു തഷ്തഅലൂൻ അല്ലേ, ഫി നഫ്സിൽ മക്കാൻ, അതേ സ്ഥലത്ത്, വളരെ കുറേ കാലമായി എന്നുള്ളത് മിൻ സമാൻ എന്നാ പറയാ. എന്താ പറയാ? മിൻ സമാൻ അല്ലേ. മാ ഷുഫ്ത് മിൻ സമാൻ, കുറേ കാലമായിട്ട് നിന്നെ കണ്ടില്ലല്ലോ. മിൻ സമാൻ. അപ്പം അത് നോട്ട് ചെയ്യണം കേട്ടോ. ഇത് നോട്ട്സിലുണ്ട് കേട്ടോ നിങ്ങളെ, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മിൻ സമാൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുറേ കാലമായിട്ട് അല്ലേ. സോ ഇൻതു തഷ്തഅലൂൻ ഫി നഫ്സിൽ മക്കാൻ മിൻ സമാൻ, കുറേ കാലമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് എന്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അല്ലേ, ഞാൻ നിന്നെ കുറേ കാലമായി കണ്ടിട്ട് എങ്ങനെ പറയാ? അല്ലെ കണ്ടില്ലല്ലോ, കുറേ കാലമായി നിന്നെ കണ്ടില്ലല്ലോ. അപ്പോൾ അത് പാസ്റ്റ് വരും കേട്ടോ, ഷുഫ്ത് എന്ന് വരും. മാ أنا ഷുഫ്ത് شفت മിൻ أنت إن സമാൻ. زمان. മാ أنا ഷുഫ്ത്. ما شفت അനമാ ഷുഫ്ത് മാ മിൻ ഷുഫ്ത് സമാൻ അല്ലെ, കുറേ കാലമായിട്ട് من കണ്ടിട്ട്. من زمان എന്ന് പറയണോ? മിൻ സമാൻ എന്നാണ്. ഫോർ ലോങ് ടൈം, ഫോർ ലോങ് ടൈം, ലോങ് പീരിയഡ് എന്നൊക്കെ പറയില്ല, അതാണ് മിൻ സമാൻ, കുറേ കാലമായിട്ട്. ഇനി ഹി വർക്ക്സ് ഇൻ എ ബിഗ് കമ്പനി ഔട്ട്സൈഡ് ദ ടൗൺ. هو يشتغل هو اشتغل he works in a big company. ആ في كبير. في كان شركة كبير. شركة كبيرة. കബീറ. ഷെരിക്ക ഫെമിനൈൻ ആയതുകൊണ്ട് കബീറ. സോ ഹുവ യഷ്തഗൽ ഫി ഷെരിക്ക കബീറ ഔട്ട്സൈഡ് ദ ടൗൺ. ഔട്ട്സൈഡ് എന്താണ്? ഖാരിജ്, ഖാരിജ് അൽ മദീന അല്ലേ. ഖാരിജ് ഖുറൂജ് അറിയില്ലേ, അതന്നെയാണ്. Exit. ഖാരിജ്, എക്സിറ്റ്. അപ്പൊ പുറത്ത് നമ്മ ഖാരിജ്, ഔട്ട്സൈഡ് ഖാരിജ്. ഓക്കെ, ഔട്ട്സൈഡ് ടൗൺ നമ്മ ഖാരിജ് അൽ മദീന. മദീന. ടൗണിന്റെ പുറത്ത്. മദീന അല്ലേ ടൗണ് അല്ലേ, പഠിച്ചില്ലേ മദീന മുദ്നൊക്കെ. ഇനി ഷീ വർക്ക്സ് അറ്റ് ഹോം ത്രൂ ഇന്റർനെറ്റ്. he works هو هنا ഷീ في വർക്ക്സ് البيت. അറ്റ് ഹോം ത്രൂ ഇന്റർനെറ്റ്. هي تنام هي في تنام البيت. തനാമല്ല, വർക്കാണ്. വർക്കത്തൊക്കെ അവർക്ക് تشتغل she സ്ലീപ്പ് works ഷീ വർക്ക്സ് അറ്റ് ഹോം. هي تشتغل at home هي في البيت في البيت ത്രൂ في البيت. ഇന്റർനെറ്റ്. من ത്രൂ എന്നുള്ളതിന്റെ വേർഡ് എന്താണ്? ഹിലാൽ എന്നാ പറയാ. ഹിലാൽ, هلال نكشتر له. ഹിലാൽ, ഹിലാല്, خلال okay ഹിലാൽ ത്രൂ, ഹിലാൽ ഓൺലൈൻ, ഹിലാൽ ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് വഴി. നിങ്ങൾ യൂട്യൂബിന്റെ മുന്നൊക്കെ പരസ്യം കാണുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഹിലാൽ ഓൺലൈൻ ത്രൂ ഇന്റർനെറ്റ്. okay ഓക്കെ, ഓർഡർ ത്രൂ ഇന്റർനെറ്റ്. അല്ലേ ആണ് ല്ലേ. എന്റെ ഖൈറുന്നിസയുടെ ഹിലാൽ, ഓക്കെ. ഹിലാൽ അല്ലെങ്കിൽ അൻ ത്വരീഖ് ഇന്റർനെറ്റ് എന്ന് പറയും. ഇന്റർനെറ്റ് വഴി എന്ന രീതിയിലാണെങ്കിൽ ത്വരീഖ് അവിടെ യൂസ് ചെയ്യാം. അൻ ത്വരീഖ് ഇന്റർനെറ്റ്. അപ്പൊ ഓക്കെ, അൻതൊരീഖ് എന്ന് പറഞ്ഞ എബൌട്ട് അല്ലേ? പക്ഷെ അത് അൺഎബൌട്ട് അല്ലേ? ഇന്റർനെറ്റിലൂടെ, അതായത് ഇന്റർനെറ്റ് വഴി എന്നുള്ള രീതിയിലാണെങ്കിൽ അൻ തരീഖ്, ത്രൂ ഇന്റർനെറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹിലാൽ ഇന്റർനെറ്റ്. അൻ ത്വരീഖ് എന്ന് പറയണം, ത്രൂ എന്ന് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ വെറും ത്വരീഖ് പറയുമ്പോൾ വഴി എന്നായില്ലേ. അപ്പം ഒന്നുകിൽ അൻ ത്വരീഖ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹിലാൽ ഇന്റർനെറ്റ്, അല്ലെങ്കിൽ അൻ ത്വരീഖ് ഇന്റർനെറ്റ്. ഓക്കെ, ഇനി ബി എന്ന് പറയാൻ പറ്റുമോ? ബൈ ബി ത്രൂ ഇന്റർനെറ്റ്, ബിൽ ഇന്റർനെറ്റ്. പക്ഷെ അവിടെ ഹിലാലാണ് ഏറ്റവും നല്ലത്. ബൈ ഇന്റർനെറ്റ് എന്ന് പറയുന്നേക്കാൾ നല്ലത്. ഇന്റർനെറ്റിലൂടെ എന്നല്ല പറയാം, അത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യൂസിങ് ഇന്റർനെറ്റ് എന്നാണെങ്കിൽ ബിൽ ഇന്റർനെറ്റ് എന്ന് പറയാം. യൂസിംഗ് എന്നാണെങ്കിൽ ബി തന്നെ കറക്റ്റ് ഇല്ല, ആണ്. അതെ. പക്ഷെ എപ്പോഴും ഇന്റർനെറ്റ് നമ്മൾ ത്രൂ എന്നാ പറയാ. ഓക്കെ, ത്രൂ ഇന്റർനെറ്റ് എന്നല്ലേ പറയാ. ഇപ്പൊ ഹിലാൽ അല്ലെങ്കിൽ അൻത്വരീഖ്. ഇനി എന്താണ്? ഇനി ഒരു നെക്സ്റ്റ് വേർഡ് എന്തെങ്കിലും പഠിക്കാതിരിക്കാൻ പറ്റുമോ പുതിയ വേർഡ്സ് ഒക്കെ അതുകൊണ്ടാണ് കണക്ഷൻ വേർഡ്സ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഹിലാല്, ബദരി, മുതഅഖിർ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. ലേറ്റിന് എന്തായിരുന്നു? ബദ്രിന്റെ ഓപ്പോസിറ്റ് എന്താ? മുതഅഖിർ, മുതാഹിർ. മുതഅഖിർ. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ തഅഖീർ ആഖിറിന്റെ എന്നും പറയാം, മുതഅഖിർ. തഅഖീർ എന്നും പറയാം. ഓക്കെ, മുതഅഖിർ എന്ന് പഠിച്ചോളൂ, എന്നാൽ എല്ലാത്തിന്റെയും കൂടെ നമുക്ക് ഉപയോഗിക്കാം, വേറെ ഒന്നും ചേഞ്ചസ് വരില്ല. യെസ്, ആഹിർ എളുപ്പമാണ് ഓർക്കാനും. മുതാഹിർ കേട്ടുള്ള വേർഡ് ആണ്. നിങ്ങൾ ഇങ്ങനെ ലേറ്റ് ആകുമ്പോൾ വിചാരിച്ചാൽ മതി, ഞാൻ മുത്തഹിർ ആലിയോ ഞാൻ ലേറ്റ് ആയി എന്നുള്ളത്. ഹും ആകുമ്പോൾ എന്താവും? അഷ്തയിൽ എന്താവും? ഹും
يشتغلون. يشتغلون. So they work together in a project, in a new project. اشتغل ആ ഇനി ടുഗെദർ എന്നുള്ളതിന് നമുക്ക് ഒന്ന് സവസവ പറയാം, പക്ഷെ അതിനേക്കാളും നല്ലതാണ് മാബാള്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ മാബാള് ഒരുമിച്ച്, مع ബാള്. സോ മാബാളാണ് ടുഗെദർ. ഓക്കെ, ഒരുമിച്ച് ഏത് മാബാള് ഒക്കെ എഴുതാൻ വേറെ വേർഡ് അല്ലേ? ഇത് നിങ്ങളെ സിലബസ് ഇതിലുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ലാന്ന് ഇങ്ങനെ എഴുതാന്ന് ഓർമ്മിക്കണ മാന്നോ ബാലിന്റെ ലാ ഏതാന്ന് എങ്ങനെ എഴുതാ? വാത് ഇത് പുള്ളിയുള്ള എഴുതുന്നില്ലല്ലോ. പുള്ളിയുള്ള വാതില്ലേ, ഈ എന്താ പറയാ അതിന് മനസ്സിലായി വലിയ സ്വാദ് മനസ്സിലായി. ഇപ്പൊ ക്ലിയർ ആയി. താങ്ക് യു. സോ ഹും യഷ്തഗലൂൻ മാ ബാദ് എന്താണ് ഇൻ എ ന്യൂ പ്രൊജക്ട്. جديد project. في جديد project. പ്രൊജക്ട് എന്താ പറഞ്ഞത്? അല്ല പ്രൊജക്ടിന്റെ അറബിക്ക് മഷ്റൂഉം മൗളൂഉം നമ്മൾ പറഞ്ഞതാണ് അല്ലേ? പറഞ്ഞിട്ടുണ്ട്. موضوع subject. വിഷയാണെങ്കിൽ മൗളൂ, പ്രൊജക്റ്റ് ആണെങ്കിൽ മഷ്റൂഅ. സോ ഹും യഷ്തഗലൂൻ മഅ ബഅദ് ഫീ മഷ്റൂഅ ജദീദ് അല്ലേ? ഇനി നഹ്നു ആകുമ്പോൾ എന്താവും? നഹ്നു നഷ്തഗിൽ അല്ലേ? സോ എന്താണ്? വി വർക്ക് വെരി ഹാർഡ് സോ ദാറ്റ് എന്താണ് വി വിൻ ഇൻ ദ ജോബ്. ഓക്കെ, വി വർക്ക് സോ ഹാർഡ് പറഞ്ഞോളൂ. നഹ്നു നഷ്തഗിൽ സോ ഹാർഡ്. ജിദ്ദാണ് ഹാർഡ്. എന്ത്? നന്നായിട്ട് എന്ന് പറഞ്ഞാൽ മതി. ബിജിദ് നഹ്നു നഷ്തഗിൽ ബിജിദ്. ഓക്കെ, ഞങ്ങൾ നന്നായി കഠിനമായിട്ട് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ബിജിദ് ഹാർഡ് വർക്കിന് ജിദ് എന്നാണോ ബിജിദ് എന്നാണോ? ബിജിദ് ഹാർഡ് വർക്ക് ഇല്ല, ബിജിദ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വെരി ഹാർഡ് എന്നുള്ള രീതിയിലാണ് ബിജിദ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡെയിലി റുട്ടീന് നോക്കാം അല്ലേ? ഐ വർക്ക് ഫ്രം 1 o'clock to 5 o'clock. ഇനി ഓരോരുത്തർ പറയട്ടോ. സ്ക്രീൻ ഷെയർഡ് ആണോ? ഇല്ല, ഷെയർ ചെയ്തില്ല, ഞാൻ ഷെയർ ചെയ്യാതിരുന്നതാണ്. ഓക്കെ, ഞാൻ എനിക്ക് മാത്രം കാണാത്ത. ഇല്ലല്ല, ഇനി പറയൂ അടുത്തത് ഓരോരുത്തർ പറയട്ടോ. ഐ വർക്ക് ഫ്രം മോർണിംഗ് 1 o'clock till 5 o'clock. അന അഷ്തഗിൽ അങ്ങനെ ഒന്നുകൂടെ പറ. ഐ വർക്ക് ഫ്രം 1 o'clock to 5 o'clock. أنا أشتغل من ساعة واحد ساعة واحدة ساعة واحدة حتى الساعة خمس. ليه أنا أشتغل من الساعة 1 حتى 5. ലേ 5 വരെ ഞാൻ വർക്ക് ചെയ്യുന്നു. ഇനി ഐ ഗോ ടു വർക്ക് ഏർലി. അടുത്ത ആള് أنا أروح أنا أشتغل. ഐ ഗോ ഓക്കെ, ഷംന പറഞ്ഞോ. أنا جو أല്ലേ? ഐ ഗോ ടു വർക്ക് ഏർലി. കറക്റ്റ്. أنا أروح للشغل. I go to إلى work അല്ലേ? വർക്ക് എന്തേനു? ഷുഗൽ എന്താണ് شغل إلى البدري. ഇലൽ ബദ്രി വേണ്ട, ബദ്രി ല്ലേ? അറോഹ് ഇല ഷുഗൽ ബദ്രി ഓർ അറോഹ് ഇല ഷുഗൽ ബദ്രി ല്ലേ? ആൻഡ് അടുത്ത ആള് ആൻഡ് ഐ വർക്ക് ഇൻ ദ ഓഫീസ് വിത്ത് കൊളീഗ്സ്. وأشتغل في المكتب مع കൊളീഗ്സ് ആണ് ജംലാ ആണ് കേട്ടോ. ജംലാ കൊളീഗ്സ്. ഫരീഖ് എന്ന് പറയാൻ വരുന്നു. ഫരീഖ് ടീമാണ്, അതും പറയാം. ഫരീഖിന് കൊളീഗ് ആണെങ്കിൽ ജംലാ. ഓക്കെ, മൈ കൊളീഗ്സ് ആണെങ്കിൽ ജംലാഇ. ഓക്കെ, ഇനി ഡ്യൂറിങ് റെസ്റ്റ് ടൈം ഐ ഡ്രിങ്ക് കോഫി. എങ്ങനെ പറയാ? റെസ്റ്റ് ടൈമിൽ ചെയ്യാറില്ലേ? ഫി വക്ത
ഫി വക്ത റാഹ. റാഹയാണ് എന്ത്? റാഹത്ത് എന്നൊക്കെ പറയില്ലേ, ഇസ്തിറാഹ ഒക്കെ അറിയാം നിങ്ങൾക്ക്, അതാണ് റെസ്റ്റ്. അപ്പം ഫി വക്ത റാഹ അഷ്റബ് ഗഹ്വ, അല്ലെങ്കിൽ അഷ്റബ് ഗഹ്വ ഫി വക്ത റാഹ, അല്ലേ? റെസ്റ്റിംഗ് ടൈമിൽ ഡ്യൂറിങ് എന്താ പറയാ? അഷ്റബ് ഐ ഡ്രിങ്ക്. അല്ല, ഡ്യൂറിങ് അല്ലേ പറഞ്ഞേ? ഡ്യൂറിങ് അത് നമുക്ക് ഫി ഇന്നാണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. മതി. ഫി വക്ത റാഹ, അല്ലേ? റെസ്റ്റ് ടൈമിൽ എന്നുള്ള രീതിയിൽ ഇൻട്രസ്റ്റ് ഫി ടൈം. വക്ത റാഹ അഷ്റബ് ഗഹ്വ. ഓക്കെ. ഇനി ആഫ്റ്റർ ഡ്യൂട്ടി ഐ റിട്ടേൺ ടു ഹോം. بعد ബഅദ الشغل. ദവാം بعد ഡ്യൂട്ടി الدوام അല്ലേ? ഡ്യൂട്ടി ബാദ തമാം أنا أرجع അർജ في البيت. في ആൻഡ് بيت ഐ റെസ്റ്റ്. و أي رست راح. അറാഹ്. അർത്താഹ് എഴുതണം കേട്ടോ, ടെൻസ് ആണ് ഇതൊക്കെ. നമ്മൾ അറാഹ് എന്നാണോ? റെസ്റ്റിംഗ് ടൈം, ഐ റെസ്റ്റ് ആകും അർത്താഹ്. مرتاندينو മുർത്താഹ് റെസ്റ്റ് ചെയ്യുന്ന ആളാണ് മുർത്താഹ്. مرتاح ഐ റെസ്റ്റ് ഹസ്ബൻഡ് ആകുമ്പോൾ മുർത്താഹായിട്ടിരിക്കുന്നു. അർത്താഹ്. ഓക്കെ. സോ راح أرتاح ആവും. അർത്താഹ്, റാഹ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആണ്. ഫസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ റാഹത്ത് പറഞ്ഞു എന്നാണ് നീ റാഹ. അർത്താഹ്. ഇസ്തിറാഹ് എന്ന് പറയുമ്പോൾ റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ഓക്കെ. أيوة ഇസ്തിറാഹ്. മുർത്താഹ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് പേഴ്സൺ ആണ്. മുർത്താഹ അല്ല, ഞാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്, നല്ല സുഖമായിട്ടിരിക്കുകയാണ് മുർത്താഹ്, ആ വ്യക്തി. അർത്താഹ് എന്ന് പറയുമ്പം ഐ റെസ്റ്റ്. ഓക്കെ. ഓക്കെ. സോ بعد الدوام أرجع للبيت وأرتاح. ക്ലിയർ ആണോ? സോ ദവാമാണ് ഡ്യൂട്ടി, ജംല ആണെന്ത്? കൊളീഗ്സ്. ഓക്കെ. റാഹ കൊല്ലീഗ്സ്. റെസ്റ്റിംഗ് ടൈം അല്ലെങ്കിൽ ബ്രേക്ക് ടൈം. ഓക്കെ. ആൻ ത്വരീഖ് അല്ലെങ്കിൽ ഹിലാൽ എന്ന് പറഞ്ഞാൽ ത്രൂ, വഴി, ആ മാർഗം. ബിജിദ് കഠിനമായി, അല്ലേ? hard ക്ലിയർ work അല്ലേ? ഇനി എന്ത് ചെയ്യാൻ നിങ്ങളെല്ലാവരും നിങ്ങളെ ചെറിയൊരു ഡെയിലി റുട്ടീൻ ഒന്ന് പറയൂ. ശൈല പറയൂ, ചെറിയൊരു പാരഗ്രാഫ്. മോർണിംഗിൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് കുറച്ച് പഠിക്കും ചെയ്യാം, സ്പീക്കിംഗ് പ്രാക്ടീസും. അപ്പം ആദ്യം എന്ത് സെന്റൻസാ പറയട്ടെ? ഞങ്ങൾക്ക് മോർണിംഗ് രാവിലെ എണീറ്റു. ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. റൂട്ടീന് നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട ഒന്ന് എങ്ങനെ? ട്രൈ ഒരു 3 സെന്റൻസ് പറയൂ. ഓക്കെ നിങ്ങൾക്ക് അറിയുന്ന വേർബ്സ് വെച്ച് പഠിക്കൂ, അറിയാത്തൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ നിങ്ങൾ ഒരു ഓക്കെ 2-3 എന്താ പറയാ? أنا صاحي അന അസഹി. بدري للفجر لا في صلاة الفجر لا لا فور لا لي صلاة الفجر യെസ്, നിസ്കരിക്കാൻ വേണ്ടി. بعدين أنا أتبع في المطبخ അന അത്ബഹ് ഫുതൂർ, അല്ലേ? أنا أتبع فطور في المطبخ بعدين ഐ أنا ഫീഡ് ടു മൈ കിഡ്സ്. لا بعدين أنا أصحي أولاد അസഹി അല്ലല്ലോ, അസഹി آه അവരെ വിളിക്കുന്നല്ലേ? ഓക്കെ. ഐ കോൾ ദം. സോ അന أصحي أولاد بعدين അങ്ങനെയല്ല. ഐ ഓക്കെ I wake up അല്ലേ? ഓക്കെ. ഐ കോൾ കറക്റ്റ്. ഐ വേക്ക് അല്ലേ? ഐ വൈക്ക് അപ്പ് മൈ ചിൽഡ്രൻ. അപ്പൊ ഔലാദ് കറക്റ്റ്. ഔലാദല്ല ഔലാദി. വേറൊരു സെന്റൻസ് പറയൂ, ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകും. ഇല്ല, ബാധന കുട്ടികള് ആദ്യം ഫുഡ് കൊടുത്ത് സ്കൂളിൽ അയച്ചിട്ടല്ലേ നമ്മള് പോവുള്ളൂ. അപ്പൊ എങ്ങനെ ഐ സെൻഡ് ദം അത്ര ടു ടഫായി സ്കൂൾ പറയണോ? വിളിക്കുന്നതും ബ്രഷ് ചെയ്യണതും പറയണ്ട, ഭയങ്കര ടഫാ. ബ്രഷ് ഒന്നും ചെയ്യണില്ല അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട് നമുക്ക് കേട്ടോ, ബ്രഷിങ്ങും കുളിപ്പിക്കലൊക്കെ. ഇനി ഐ സെൻഡ് ദം ടു സ്കൂൾ, ഞാൻ അവരെ സ്കൂളിലേക്ക് അയക്കാറുണ്ട്. അറൂഹല്ല, ഞാൻ പോകാറുണ്ട്. അർസൽ. സെൻഡ് ദം എന്നല്ല, ശരിക്കും അവധി എന്നാ പറയാ, വദ്ദീഹും എന്നാണ് പറയേണ്ടത് കേട്ടോ. അവരെ അവധി അല്ലെങ്കിൽ അർസിൽഹും എന്നും പറയാറുണ്ട്. പക്ഷെ അതിനേക്കാൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കണേനൊക്കെ വദ്ദി എന്നാ പറയാ, അവധി ഹും.
എന്താ പറയാ? അവധി അല്ലേ? സെന്റ് മറ്റേ സെന്റ് കത്തയക്കുന്നത് ആ അതന്നെയാണോ? ഇർസൽ. ആ ഇറ്റ്സ് വാട്സ്ആപ്പ്. അല്ലെങ്കിൽ അർസലുഹും, അതിനേക്കാൾ നല്ലത് അവദ്ദീഹും എന്നാണ് പറയുന്നത്. സ്കൂളിലേക്കൊക്കെ അയക്കണേ നമ്മള് അർസലുഹും എന്ന് പറയുന്നേക്കാൾ നല്ലത് അവദ്ദീഹും. അവധി ഹുമിന്റെ കറക്റ്റ് മീനിങ് എന്താ അപ്പം? ഐ സെൻഡ് ദം. ഐ സെൻഡ് ദം. ഓക്കെ വദ്ദി അവദ്ദി ഹും, ഹും ആണ് അവരെ. ഓക്കെ. അന അവധിഹും ഉം. ഇലൽ ആ മദ്രസ. ഉം. بعدين ഉം. أنا أشتغل. ഉം. I I go to work. ഉം. أنا أشتغل. അന അറോഹ്. ലിഷുഗൽ أنا أروح ഉം. ലിഷുഗൽ. ലിഷോർ. للشغل. ഓക്കെ, ഇനി അടുത്ത ആള് പറയൂ. ഷെറില് പറയൂ. ഞാൻ ബാക്കി പറയാല്ലേ? ആ ബാക്കി പറഞ്ഞോളൂ. ഓഫീസിൽ എന്താണ് റൂഹ ഓഫീസിൽ എത്തിയിട്ട് എന്താ ചെയ്യാ? زحمة. വാഷ്താൽ ആ അത് മാത്രമേ പറ്റൂ. ഐ ഡു ഓൾ മൈ വർക്ക്സ്. ആ വാഷ്താൽ തൂൽ യോം ഐ അതല്ലേ? വർക്ക് ഓൾ ദ ഡേ. അതന്നെ. ഐ ഡു ഓൾ മൈ വർക്ക്സ്. എങ്ങനെ പറയും? ഓക്കെ. അസവി ഉസവി. ഉസവി ആ ഓൾ മൈ വർക്ക്. ആ തൂലുൽ ഓൾ മൈ കുൽ ഷോൾ. കുൽ ഷോൾ. കുല്ലു ഷുവൽ കുല്ലു ഷുവൽ സുവി കുൽ ഷോൾ. നേരത്തെ. ബദ്രി ബദരി സോ ദാറ്റ് ഐ ക്യാൻ റെസ്റ്റ്. സോ അങ്ങനെ ദാറ്റ് ചെയ്യാറുണ്ടോ? നമ്മൾ മലയാളീസിനൊക്കെ ഒരു പ്രത്യേകത അതാണ്. വർക്ക് വേഗം ചെയ്യാ, എന്നിട്ട് എന്ത് ചെയ്യാ? അപ്പൊ സോ ദാറ്റ് ഐ ക്യാൻ റെസ്റ്റ്. സബബ് അങ്ങനെ പറയോ? അഷാൻ. അല്ല അഷാൻ അഷാൻ. അഷാൻ അർത്താഹ്. അർത്താഹ് 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 അല്ലേ? അഷാൻ അർത്താഹ്. സോ എന്താണ്? അന ഉസവി കുൽ അക്ദർ ഷോൾ. അർത്താഹ് എന്ന് പറയണോ? സോ ദാറ്റ് ഐ ക്യാൻ വർക്ക് എന്ന് പറയുമ്പോ അഷാൻ അഷാൻ അർത്താഹ് സോ ദാറ്റ് ഐ ക്യാൻ. അക്ദർ അല്ലെങ്കിൽ അർത്താഹ് എന്ന് പറയണം അല്ലെ? അക്ദർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സോ ദാറ്റ് ഐ ക്യാൻ റെസ്റ്റ്. അഷാൻ അക്ദർ അർത്താഹ്. അർത്താഹ്. എന്നിട്ട് എന്താണ്? വബഅദ ദവാം പിന്നെ വബഅദ ആ ദവാം ആ അങ്ങനെ ഐ റിട്ടേൺ ടു ഹൗസ്. അർജു ലിൽ ബൈത്ത്. വിൽ ബേ. എന്നിട്ട് അതിന് ശേഷം ഷംന പറയൂ. ആ أنا بعد يجي البيت. ആജി പറഞ്ഞു കേട്ടോ. أجي بيت. അവിടൊക്കെ أنا നമുക്ക് യൂസ് ചെയ്യേണ്ട ഏറ്റവും നല്ല ബാദമ ആജി ഫിൽ ബൈത്ത് അല്ലേ? ബാദമ ആഫ്റ്റർ ഐ റീച്ച് ഹോം. أنا أنا يصلي عصر. ആ يصلي കറക്റ്റ് ആണോ? തന്നെ. يصلي ആൻഡ് ഐ عصر. ഡ്രിങ്ക് ചായ. أنا أشرب شوي ചായ് شاي വിത്ത് ഫാമിലി. മാലായില. مع العائلة. ഇല്ല. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ ബാത്ത്. الله ബാത്തില്ല. ഇല്ലേ? ഗുസ്ൽ. അല്ല ഞാൻ കുളിക്കല്ല. ബാത്ത് അറിയില്ല. അഴസലാണ്. അഴസൽ വാഷ് ചെയ്യാ. അതായത് ഗുസ്ലിന്റെ വേറെ വേർഡ് അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഓക്കെ, അതിനെത്ര? ഉണ്ടെങ്കിൽ തന്നെ കുളിക്കുന്നില്ല. ഓക്കെ. بعدين أنا نروح المطبخ. പുറത്ത് അല്ല, പുറത്തേക്ക് പോവും. ദെൻ ഐ ഗോ ഔട്ട്സൈഡ് ടു ബൈ തിങ്സ്. أنا أنا أروح സൂക്ക്. പുറത്തേക്ക് ബറ. أجري അന അറോഹ് ബറ ടു ബൈ برا. തിങ്സ്. അപ്പൊ ഔട്ട് പറഞ്ഞത് ഹാരിജ അല്ലേ? ബറ. برا. ആഫ്റ്റർ ദാറ്റ്
എടുക്ക 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 എന്ത് പ്രിന്റർ ഓൺ ആക്കണേ. പ്രിന്റർ എങ്ങനെ ഓണാക്കല്? ഇത് ഓണാക്കണം. ഇലക്ട്രിക് പക്ഷെ ഇത് ഓണോ? പ്രിന്ററിന്റെ ഒക്കെ ഇതേതാ? എടുത്ത തൂത്തിക്കതാണോ തോന്നുന്നു. എന്താണ് പ്രിന്ററിന്റെ തൂത്ത്? ഇത് ഒന്ന് ഓണട്ടെ. ഓണ അതൊക്കെ ഉണ്ട്. ഓറഞ്ച് എത്തുമ്പോ ഓണം അങ്ങനെയാണോ? സീറ്റാ പ്ലസ് പ്ലേ ചെയ്യണ്ട്. എന്താ പ്രിന്റ് വരുന്ന കാര്യം? എന്താ പ്രിന്റ് വരുന്നേ? ഇൻസ്ട്രക്ഷൻ കമ്പിൾസ് അറബിക് സൗദി കൾച്ചർ അതാ. പ്രിന്റ് അല്ലേ? ഇതല്ലേ ഉണ്ട്? ഇതല്ലേ പ്രിന്റ് പ്രിന്റ് അതാ ഇത് പ്രിന്റ് പ്രിന്റ് എടുക്കും. ടൈം മതി മതി മതി, ഇനിയും ചെയ്യണ്ട. ഒരു കോപ്പി തന്നെ. ഓക്കെ ശ്രദ്ധ ഫോളോ വേണ്ട. അല്ല കറക്റ്റ് തന്നെ. കറക്റ്റ് തന്നെയാണ്. ബാപ്പിന് കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ. അപ്പൊ കമ്പ്യൂട്ടർ ബാപ്പ 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 കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ ഈ പ്ലഗ് കുത്തപ്പ ഇത് ഓറഞ്ച് കത്തുണ്ട്. കമ്പ്യൂട്ടർ ഓൺ ആക്കാന്നും ചെയ്യണ്ട. കമ്പ്യൂട്ടർ ഓൺ ആക്കാറില്ല. നെറ്റ് എന്താ ഓൺ ആവുന്നത്? ഇത് ഓൺ ആക്കാൻ ഇത് ഓറഞ്ച് ആവുന്നുണ്ട്. പിന്നെ ഇത് വെക്കണം. ഈ സാധനം വൈഫൈ ആണ്. ഇത് ഇവിടെ ഓൺ ആക്കുക. അപ്പൊ ഇവിടെ 0 2 ബാറ്ററി സൈൻ വരും. എനിക്ക് പ്രിന്റ് ചെയ്യാം. ഇതെന്താണ് വൈഫൈയോ? വൈഫൈ മൊബൈലിൽ നിന്ന് പ്രിന്റ് ചെയ്യാനാണ്. മൊബൈലിൽ നിന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ മൊബൈൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ്. ഓക്കെ മനസ്സിലായി. നീ കുടിച്ചോ? See, my mother's something was there.